ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിവിഎച്ച് ഹോം. ഇന്ന് നമുക്ക് നല്ലൊരു 4 മണിക്കടി തയ്യാറാക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായയൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റോട് കൂടിയ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല 4 മണിക്കടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ കടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാമേ. 4 മണിക്കടി തയ്യാറാക്കാനായിട്ട് 2 മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇത് ഈ ഒരു സൈസിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകിയതിന് ശേഷം അത് വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു മീഡിയം വലുപ്പമുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും, കുറച്ച് മല്ലിയില അരിഞ്ഞതും, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് ഒരു 4-5 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവാണ് പിന്നെ ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം കടലമാവും, ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് പൊടികളും സവാളയും കിഴങ്ങും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട. നമ്മുടെ സവാളയിലും ആ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളമയം മതിയാവും. പൊടികളെല്ലാം നമുക്ക് നല്ലതുപോലെ മിക്സായി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഒട്ടും ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഉരുളക്കിഴങ്ങിൻ്റെയും സവാളയുടെയും ആ വെള്ളമയത്തിലാണ് ഈ പൊടികളെല്ലാം നല്ലതുപോലെ മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് മാവ്. ഈ ഒരു പരുവത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ച് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാവ് അങ്ങ് വെള്ളമായി പോകും. നമുക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് ഈ കടി തയ്യാറാക്കി എടുക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഇപ്പം തന്നെ ഇത് എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പ് വേണോ അതിനനുസരിച്ച് ഷേപ്പ് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഒരുപാട് മാവ് പക്ഷേ ഇട്ട് കൊടുക്കില്ല, കാരണം ഉൾവശം വേവാതെ പുറവശം എല്ലാം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. സവാളയെല്ലാം കരിഞ്ഞ് വേറൊരു ടേസ്റ്റായി മാറും. ഞാനിപ്പോൾ ഇതുപോലത്തെ ചെറിയ പീസുകളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒരുപാട് അങ്ങ് ചൂടായിരിക്കുമ്പോൾ ഇട്ട് കൊടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പുറവശം അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളു വേവാതെയും കിട്ടും. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ കളറായാൽ മതി. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാവാനും നിൽക്കേണ്ട. ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേക്കും ഉള്ളൊക്കെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു 4 മണിക്കടി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മാവിൻ്റെ ഈ ഒരു അളവിലാണെങ്കിൽ നമുക്കൊരു 20 പീസ് കടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണിക്കടിയാണ്. ഇത് നമുക്ക് തേങ്ങാ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയുടെ കൂടെയോ, ഞാനിപ്പോൾ ഒരു ഗ്രീൻ ചട്നിയാണ് ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുള്ളത്. ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.